അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ സൂറത്തുൽ അലക്കിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തിൽ അൽഹംദുലില്ലാഹ് മനസ്സിലാക്കി. ആദ്യത്തെ 5 ആയത്തിലൂടെ അള്ളാഹു അറിവിൻ്റെ പ്രാധാന്യം പറഞ്ഞു. എന്നിട്ട് നമ്മളടുത്ത് മനുഷ്യൻ്റെ സ്വഭാവം പക്ഷെ അങ്ങനെ ഒന്നല്ല. കല്ല ഇന്നൽ ഇൻസാൻ ലയത്ഗാ, നിസ്സംശയം മനുഷ്യൻ ധിക്കാരിയാണ്, അല്ലെങ്കിൽ അതിര് കവിക തന്നെ ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താണ് അല്ലെങ്കിൽ ഇവരുടെ തുനിയാൻ്റെ കാരണം? ഒരു മനുഷ്യന് എന്താണ് അതിര് കവിയാനുള്ള കാരണം? നമുക്കറിയാം, അറിവില്ലാത്തപ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളിലും അതിര് കവിയുക. നമുക്ക് യാഥാർത്ഥ്യം അല്ലെങ്കിൽ അറിവ് ഉള്ള ഒരു സംഗതിയെക്കുറിച്ച് നമുക്ക് യഥാർത്ഥ അറിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ അതിര് കവിയൂല, അല്ലെ? അപ്പൊ മനുഷ്യന് സ്വന്തത്തിനെ തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതുകൊണ്ടാണ് അങ്ങനെ അല്ലെ, അവന് എല്ലാത്തിനും കഴിവുള്ളവനാണ്, തനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ അവനെ ഈ ഒരു തുകയാൻ ചെയ്യാൻ ഇടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 8-ാമത്തെ ആയത്തിലൂടെ പറയാണ്, ഇന്ന ഇലാ റബ്ബിക റുജ്അ, തീർച്ചയായും നിന്റെ രക്ഷിതാവിലേക്കാണ് മടക്കം. സുബ്ഹാനല്ലാഹ്, തീർച്ചയായും നിന്റെ രക്ഷിതാവിലേക്കാണ് മടക്കം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെല്ലാവരും ഒരു ക്ലാസ്സിലിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്കൊരു ടീച്ചറുണ്ട്. അപ്പോൾ ആ ടീച്ചർ നമ്മളോട് പറയണം, ഇന്ന സബ്ജക്റ്റിൽ തോറ്റാലും നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക്, അവൻ ഇന്ന സബ്ജക്റ്റിൽ തോറ്റവൻ അടുത്ത ക്ലാസ്സിലേക്ക് പോവില്ല, അല്ലെങ്കിൽ എന്താണ് അവനക്ക് ഈ ഒരു പ്രത്യേക സ്ഥലത്തേക്കുള്ള എൻട്രി നിഷിദ്ധമാക്കും, അല്ലെങ്കിൽ എന്താണ് ടൂറ് പിക്നിക്കിന് പോകാൻ അവനക്ക് അലൗഡ് അല്ല, അങ്ങനെ പറയും. അപ്പം നമ്മളൊക്കെ വേറെ ഏതോ ഒരാളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും അവിടെ ഇരിക്കും. പെട്ടെന്ന് നിന്നോടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ചൂണ്ടുമ്പോൾ നമ്മളൊന്നും ഷോക്കായി പോകും. അല്ലാ, ഞാൻ സബ്ജക്റ്റ് തോറ്റുപോയോ, അല്ലെങ്കിൽ ഞാൻ എന്താണ് മാർക്ക് കുറച്ചോ, അല്ലെങ്കിൽ എനിക്ക് ആ പ്രോഗ്രാമിൽ പോകാൻ പറ്റൂലേ, അങ്ങനെ ഒരു ഫീൽ നമ്മുടെ മൈൻഡിൽ കപ്പ് വരും, അല്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ പല സമയത്തും ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് സെക്കൻഡ് പേഴ്സണിലേക്ക് അങ്ങനെ ഒരു ചേഞ്ചിങ് മോഡ് ചെയ്യാറുണ്ട്. ഇത്ര നേരം നമ്മൾ കേട്ടെന്താണ് ഇന്നൽ ഇൻസാൻ, നിശ്ചയമായും മനുഷ്യൻ. അപ്പോൾ ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് അവൻ അവനെ കണ്ടു. അപ്പോഴൊക്കെ അവനെ കുറിച്ചിട്ടാണ്, ഏതോ ഒരാളെ കുറിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മളോട് പറയാണ്, ഇന്ന ഇലാ റബ്ബിക റുജ്അ, തീർച്ചയായും നിന്റെ രക്ഷിതാവിലേക്കാണ് മടക്കം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളൊക്കെ ഒന്നൊന്ന് ഷോക്കായി പോകില്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമ്മളെ തന്നെ സ്വയം പര്യാപ്തനായി കണ്ടു, അല്ലെങ്കിൽ മനുഷ്യനെ സ്വയം പര്യാപ്തനായി കണ്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പം അതിനർത്ഥം നമ്മളൊരിക്കലും എന്താണ് പൈസ ഉണ്ടാകാൻ ആഗ്രഹിക്കരുത് എന്നൊന്നല്ല കേട്ടോ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ സമ്പാദിക്കണം, ദീർഘകാലം ജീവിക്കും എന്ന് കരുതിയിട്ട് ആ സമ്പാദ്യം നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം, ആഖിറത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായിട്ടായിരിക്കണം. നമ്മളൊക്കെ വെറും എന്താണ് പണത്തിൻ്റെ പിന്നാലെ എന്നുള്ള രീതിയിലായിരിക്കരുത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ, മനുഷ്യൻ്റെ എന്താണ് പറയുക ആർത്തി എന്താണ് അല്ലെങ്കിൽ ആഗ്രഹം എപ്പോഴാണ് തീരുക, വായിൽ മണ്ണിടുന്ന വരെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? കാരണം ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ് മനുഷ്യന്മാരുടേത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുമസയിലും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എന്താണ് അവർ ചിന്തിക്കും, അവരുടെ മാല് അല്ലെങ്കിൽ ധനം അവരെ അഖ്ലത, അല്ലെ, അവരെ എന്നേക്കും ജീവിക്കുന്നവരാക്കിയിട്ട് അവർ അയഹ്സബു അന്ന മാലഹു അഖ്ലത, അതായത് അവർ ചിന്തിക്കുന്നുണ്ടോ ഈ ധനം അവരെ നിത്യ ജീവിതം നൽകുന്നവരാക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുമസയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഒരു സാധാ മനുഷ്യൻ്റെ, അതായത് അള്ളാഹുവിലുള്ള വിശ്വാസം ഇല്ലാത്തൊരു മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ധനത്തിൻ്റെയും അതിന് പിന്നാലൊക്കെ പോകുമ്പോൾ സ്വയം അതെല്ലാം ലഭിക്കുമ്പോൾ താൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്, താൻ ഒരിക്കലും മരിക്കില്ല, ഇതാണ് ലൈഫ്, ഇതാണ് എന്താണ് യഥാർത്ഥ ജീവിതം എന്നൊക്കെ മനുഷ്യൻ ചിന്തിച്ചു പോകും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്താണ്, അങ്ങനെ ഒന്നല്ല, തീർച്ചയായും നിന്റെ രക്ഷിതാവിലേക്കാണ് മടക്കം. അപ്പോൾ നോർമലി ഇപ്പോൾ അള്ളാഹു 1 മുതൽ 5 വരെയുള്ള ആയത്തിലൂടെ അറിവിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ ഒരു നോർമൽ മനുഷ്യൻ വിചാരിക്കും, എന്തപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം, എന്തപ്പോൾ കുറേ പഠിച്ചിട്ടും, അല്ലെങ്കിൽ എന്തപ്പോൾ കുറേ ഈ ഖുർആൻ പഠിച്ചിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ കുറേ റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ട് എന്താ കാര്യം എന്ന് വിചാരിക്കും. അപ്പം നമുക്കറിയാം, ഈ ഭൂമിയിൽ 2 തരത്തിലുള്ള എന്താണ് നിയമങ്ങളുണ്ട്. ഒന്ന് ഫിസിക്കലായിട്ടുള്ള നിയമങ്ങൾ, മറ്റൊന്നെന്ന് പറഞ്ഞാൽ മോറലായിട്ടുള്ള നിയമങ്ങൾ. ഈ ഫിസിക്കലായിട്ടുള്ള നിയമങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, തീ ചൂടാണ്, അത് തൊട്ടാൽ കൈ പൊള്ളും, നമുക്കറിയാം, അല്ലേ? നമ്മൾ വാഹനം ഭയങ്കര സ്പീഡിൽ ഓടിച്ചാൽ ആക്സിഡൻറ്റ് സംഭവിക്കും, നമുക്കറിയാം. അപ്പോൾ എന്താകും, നമുക്ക് ഫൈൻ വരും, അല്ലേ? അതല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഭയങ്കരമായിട്ട്
എക്സ്ട്രാ ആയിട്ട് ഫോർ എക്സാമ്പിൾ കറണ്ട് നമുക്ക് ഷോക്ക് അടിക്കുന്ന സ്ഥലത്ത് പോയാൽ ഷോക്ക് അടിക്കുന്ന അറിയാം നമ്മൾ പോയി ടച്ച് ചെയ്താൽ അതിന് നമ്മൾ എന്താണ് അതിന് നമ്മൾ അനുഭവിക്കേണ്ടി വരും, ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ കുറേ ഗുളികകൾ കഴിച്ചാലുള്ള ഭവിഷ്യത്ത് നമുക്കറിയാം. അങ്ങനെ ഫിസിക്കൽ ലോസ് നമുക്ക് ഒരുപാട് അറിയാം. അതിൽ നിന്നൊക്കെ നമ്മൾ മാക്സിമം വിട്ടു നിൽക്കും അല്ലേ. കുറേ കെമിക്കൽസ് മിക്സ് ചെയ്യുമ്പോൾ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് അറിയാം. അപ്പം നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കും. ഇനി പുറത്തിറങ്ങിയാൽ സൂര്യാഘാതം ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് പ്രിക്കോഷൻസ് എടുക്കും. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കും. കാരണം ഇതൊക്കെ ഫിസിക്കലി നമ്മൾ അപ്പം തന്നെ അതിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നവരാണ്. എന്നാൽ മോറലായിട്ടുള്ള കുറച്ച് ലോസ് ഉണ്ട്. അതായത് ഇപ്പം ഒരാളെ ചീറ്റ് ചെയ്യാം, അത് എല്ലാവർക്കും അറിയില്ല. ചീറ്റ് ചെയ്യുന്നത് വഞ്ചിക്കപ്പെടുന്ന ആൾ പിന്നെ എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെയാണ് അറിയുക, അല്ലെങ്കിൽ നുണ പറയുക, അപ്പോഴും മനുഷ്യന്മാരറിയില്ല അല്ലേ. അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കട്ടെടുക്കുക, ഇതൊക്കെ കാണാതെ സംഭവിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതൊക്കെ എന്താണ്, മോറൽ വാല്യൂസാണ്. ഈ മോറൽ വാല്യൂസും ഈ ഫിസിക്കൽ വാല്യൂസും ഒക്കെ സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹു ആണ് അല്ലേ. ഈ ഫിസിക്കൽ വാല്യൂസ് ഫിസിക്കൽ ലോസ് സൃഷ്ടിച്ച അള്ളാഹുവിനറിയാം എന്താണ് ഈ മോറൽ ലോസിനും ശിക്ഷ നൽകേണ്ടതുണ്ട് അത് ലംഘിച്ചാൽ എന്നുള്ളത്. പക്ഷെ അള്ളാഹു അത് ഉടനെ തന്നെ നൽകുന്നില്ലെങ്കിലും പിന്നീട് നൽകും. അപ്പോൾ അതാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്, സ്വന്തത്തിന് തന്നെ എല്ലാത്തിനും താൻ പോരെയും അല്ലെങ്കിൽ സ്വയം പര്യാപ്തനായി കാണുമ്പോൾ ഓർക്കുക, നീ അവസാനം തിരിച്ചെത്തുന്നത് എങ്ങോട്ടാണ്? നിന്റെ റബ്ബിലേക്കാണ്. നീ ഇവിടെ ചെയ്തിട്ടുള്ള എല്ലാ അനീതിക്കും എല്ലാ ആക്രമണത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ തിരിച്ചു നൽകും എന്ന് നീ ഓർക്കുക. അതാണ് അള്ളാഹു നമുക്കുള്ളൊരു മോട്ടിവേഷനായിട്ട് നൽകുന്നത് അല്ലേ. സത്യവിശ്വാസിക്കുള്ള മോട്ടിവേഷൻ എന്താണ്? ഓക്കെ, നീ ഇവിടെ കുറച്ച് കഷ്ടപ്പെട്ടാലോ പ്രശ്നമില്ല, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങും, നീ ആഗ്രഹിച്ച റിവാർഡ് റബ്ബ് നിനക്ക് അവിടെ നൽകും എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് പഠിക്കും, കുറേ കാര്യങ്ങൾ നമ്മൾ ത്യജിക്കും അല്ലേ. അള്ളാഹ്ക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൽ നിന്നും വിട്ടു നിൽക്കും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ റബ്ബിനെ നാളെ കണ്ടുമുട്ടല്ലോ എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. ഒരു കുഞ്ഞൊരു വീഡിയോ കാണാനിടയായി. ഒരു ഉപ്പ മോളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് മോളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോള് പറഞ്ഞു സ്വർഗ്ഗാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കുകയാണ്, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മോൾക്ക് കണ്ണില്ല എന്ന് വിചാരിക്കുക, പെട്ടെന്ന് കണ്ണിന് കാഴ്ച കിട്ടുമ്പോൾ ആരെ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം ചോദിക്കുമ്പോൾ ആ കുട്ടി അറിയാണ് എൻ്റെ ഉമ്മാനെ ഉപ്പാനെ കാണാനാണെന്ന് പറയും. ഓക്കെ, അപ്പോൾ അവർക്ക് അതെല്ലാം ഉത്തരം. അപ്പോൾ ഈ ഉമ്മാനെ ഉപ്പാനെയൊക്കെ സൃഷ്ടിച്ച, അതായത് മോൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആ ഒരു ആളില്ലേ, അതാരാണ്? അള്ളാഹു. അപ്പോൾ അള്ളാഹുവിനെ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതായത് ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻസാനിൽ പറയുന്നുണ്ടല്ലേ. അതായത് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ റബ്ബിൻ്റെ വജ്ഹ് കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താകും? നല്ലതായിട്ട് മാറും. നമുക്ക് ആരുടെ അടുത്തു നിന്നും ഒരു താങ്ക്സോ അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷനോ ഒന്നും നമ്മൾ ആഗ്രഹിക്കാണ്ട് എന്ത് ചെയ്യുമ്പോഴും റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് നമുക്ക് എല്ലാത്തിലും ആ ഒരു മാധുര്യം ആസ്വദിക്കാൻ സാധിക്കും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നമ്മളുടെ എല്ലാവരുടെ കർമ്മങ്ങളും അത്തരത്തിലുള്ള കർമ്മങ്ങളാക്കി മാറ്റട്ടെ. എന്ത് ചെയ്യുമ്പോഴും ഇത് റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്, റബ്ബിൻ്റെ വജ്ഹ് കാണാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു നിയത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഈ ഒരു ഇത്രയും ഭാഗത്തിലൂടെ തന്നെ, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അലക്കിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചതിന് വേണ്ടിയിട്ടാണ്, നമ്മളെ ഇൽമ നേടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അള്ളാഹു പറയുകയാണെങ്കിൽ ഇൽമ നേടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് എത്തുമ്പോൾ മനുഷ്യർക്ക് ഒരു തോന്നലുണ്ട്, ഞാൻ എല്ലാത്തിനും പോകുന്നവനാണ്, അസ്തഗ്ന എന്നുള്ളൊരു ഫീലുണ്ട്. പക്ഷെ അവിടെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. എന്താണ് കാരണം എങ്ങനെ വന്നാലും അവസാനം ഇലാ റബ്ബിക റുജ്അ, തീർച്ചയായും നിന്റെ രക്ഷിതാവിലേക്കാണ് മടക്കം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹു ഈ ഇത്രയും കുറച്ച് ആയത്തിലൂടെ ഒരു കംപ്ലീറ്റ് നമ്മളെ ലൈഫ് സൈക്കിൾ പറഞ്ഞു തന്നല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ ഈ ലോകത്ത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മൾക്ക് അള്ളാഹു എഴുതിയിട്ടുള്ള എല്ലാ അവസാന ധാന്യമണി വരെ കഴിച്ചിട്ട് നമ്മൾ ഈ ലോകത്ത് നിന്ന് അള്ളാഹുലേക്ക് തിരിച്ചു പോകുള്ളൂ. അപ്പം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ
നമ്മൾ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള റബ്ബ്. അതായത് രണ്ട് ഇതിൻ്റെ ഇടയിലാണ്. സ്റ്റാർട്ടിങ്ങിൽ അള്ളാഹ് പറഞ്ഞു അവന് അലക്കിൽ നിന്നും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു, അവസാനം അവനിലേക്കാണ് മടക്കം. ആ രണ്ട് റബ്ബ്, രണ്ട് ഭാഗത്തും റബ്ബ് എന്ന് പറഞ്ഞത് അല്ലേ, നമ്മൾ നർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വെറുതെ സൃഷ്ടിച്ച് വിട്ടേക്കല്ല, നമുക്ക് ആവശ്യമുള്ള എല്ലാം തന്നുകൊണ്ട് നമ്മൾ ഈ ലോകത്തേക്ക് വിട്ടിട്ടുള്ള ആ റബ്ബിലേക്ക് തന്നെയാണ് റുജു, മടക്കം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാലയളവിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവനോട് കൂടുതൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിതം തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലൈഫാക്കിയിട്ട് അല്ലേ, എപ്പോഴും റബ്ബിനോടുള്ള ആ ഒരു ഹംദ് പറഞ്ഞുകൊണ്ട് റബ്ബിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാലയളവിൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കൊണ്ട് അവിടെ റബ്ബ് നമ്മൾ ഓർമ്മപ്പെടുത്തണം. ഇപ്പം നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രൂട്ട് കുറച്ച് ലേറ്റർ ആയിരിക്കും കിട്ടുക. നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കറക്റ്റ് 1 മുതൽ 10 വരെ പഠിച്ച് നമ്മളപ്പോൾ ആ ഒരു സ്റ്റേജ് അങ്ങനെ ക്രോസ് ചെയ്ത് പോവുകയാണ് അല്ലേ. അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ 3-4 വർഷമൊക്കെ എടുത്ത് ഡിഗ്രി പഠിക്കും. ചില ആളുകളുണ്ട്, എന്താ പറയുക, പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന 6 മാസത്തെ കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താണ് അവർക്ക് ആ ഒരു ശരിക്കുള്ള ആ എസെൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാൽ 4 വർഷം പഠിച്ച ആളുകൾക്ക് യഥാർത്ഥ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നല്ല ധാരണ ഉണ്ടാകും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ലോ ആയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഓക്കെ ഞാൻ ബാക്കിലാണെന്ന് വിചാരിച്ചിട്ട് എന്താണ് റബ്ബിനെ ധിക്കരിക്കുന്ന ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യരുത്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക അല്ലേ, പെട്ടെന്ന് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനത്തെ സ്വഭാവം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് അള്ളാഹുവിലുള്ള അനുസരണക്കേടിലേക്ക് അത് എത്താൻ കാരണമാകും. അപ്പോൾ യഥാർത്ഥ ട്രഷർ ആർക്ക് മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ റബ്ബിലേക്ക് മടങ്ങുമ്പോൾ സത്യം അല്ലെങ്കിൽ ആ ഒരു നിധി ആർക്ക് മാത്രമേ കിട്ടുള്ളൂ, അള്ളാഹുവിനെ അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചവർക്ക് മാത്രമാണ് ആ യഥാർത്ഥ ബെനിഫിറ്റ് കിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് കഷ്ടപ്പെട്ട് മനസ്സിലാക്കി പഠിച്ച് റബ്ബിൻ്റെ തൃപ്തി ഒക്കെ ആഗ്രഹിച്ചു കൊണ്ട് പല കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് അല്ലേ, അതിൻ്റെ ഫ്രൂട്ട് നമുക്ക് റബ്ബിലേക്ക് തിരിച്ചു ചെന്നാൽ ഇൻഷാ അല്ലാഹ് ലഭിക്കും അല്ലേ. അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരും അക്കൂട്ടർ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബിൻ്റെ ആ ഒരു തൃപ്തി ലഭിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചു മടങ്ങുമല്ലോ എന്നുള്ള സന്തോഷത്തിലുള്ള ആ ഒരു ചിന്ത ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇനി അല്ലാഹു സുബ്ഹാനഹു തആല എന്താണ് ഈ സ്വഭാവക്കാരുടെ അല്ലെങ്കിൽ എന്താണ് അർഹനായിട്ടുള്ള അബൂജഹലിനെ പോലെയുള്ള ആളുകളുടെ സ്വഭാവം, ഇവിടെ പ്രത്യേകിച്ചും അബൂജഹലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അറഅയ്തല്ലദീ യൻഹാ, വിലക്കുന്നവനെ നീ കണ്ടുവോ, അറഅയ്ത നീ കണ്ടുവോ, അല്ലദീ യൻഹ വിലക്കുന്നവനെ. ഇവിടെ നമ്മൾ നേരത്തെ അർആഹു എന്ന് കണ്ടു, ഇവിടെ എന്താണ് അറഅയ്ത നീ കണ്ടുവോ. അള്ളാഹു ഇവിടെയൊക്കെ സെക്കൻഡ് പേഴ്സൺ നേരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്പോൾ അത് വായിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും അള്ളാഹു ചോദിക്കുകയാണ്, നീ കണ്ടുവോ ആരെ, അല്ലദീ യൻഹ, അതായത് തടയുന്നവന്. ഇവിടെ ഒരു തഅജ്ജുബ് അല്ലെങ്കിൽ ഒരു ആശ്ചര്യത്തോടു കൂടി ചോദിക്കുക, നീ അങ്ങനത്തെ ആളെ കണ്ടോ. അതായത് ആരെ കുറിച്ചിട്ടാണ്, അറിവൊക്കെ റിജക്ട് ചെയ്തിട്ട് സ്വന്തത്തിനെ തന്നെ ഭയങ്കര സംഭവമായിട്ട് കണ്ടിട്ട് റബ്ബിലേക്ക് മടങ്ങിപ്പോകുമെന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ആളെ നീ കണ്ടോ. അവൻ എന്താ ചെയ്യുന്നത്, ലവി അൻഹ, അവന് എന്താണ് വിലക്കാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല അബൂജഹൽ ചെയ്യുന്ന അല്ലെങ്കിൽ അള്ളാഹു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരൊറ്റൊരു കാര്യം മാത്രമാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. അള്ളാഹു വിലക്കുന്നവൻ എന്ന് പറഞ്ഞത് പല കാര്യങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല രീതിയിലും പ്രയാസപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് അബൂജഹൽ. പക്ഷെ അള്ളാഹു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് എന്താണ്, അടുത്ത ആയത്തിൽ പറഞ്ഞത് അബ്ദൻ ഇദാ സല്ല, ഒരു അടിയനെ അല്ലെങ്കിൽ ഒരു അടിമയെ അവൻ നമസ്കരിച്ചാൽ. സുബ്ഹാനല്ലാഹ്. ഇപ്പം നമുക്കറിയാം പല കാര്യങ്ങളും നമ്മൾ തടയും. പക്ഷെ നമ്മൾ ഒരാളെ റിലീജിയസ്ലി നമ്മൾ ഒരാളെ തടയുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കുറ്റാണ് അല്ലേ. ഒരാൾ ഇപ്പം ഏത് റിലീജിയൻ ആയിക്കോട്ടെ, അവരുടെ ഭക്തി കാരണം അവരുടെ സ്പിരിച്വാലിറ്റി കാരണം അവരെന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് തടയാന്ന് പറഞ്ഞത് അത് ഭയങ്കര ഈവിളിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര നീചായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അത് മാത്രമാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. അബ്ദൻ ഇദാ സല്ല, അബ്ദൻ എന്ന് പറയുമ്പോൾ ഒരടിമയെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അള്ളാഹു എന്താണ് പറയുക, അല്ല അബ്ദ് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്പെസിഫിക് ആക്കിയിട്ടില്ല. അപ്പം ഏതൊരു വ്യക്തിയെയും അവൻ എന്താണ് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുമ്പോൾ തടയുന്ന ഏതൊരാളും എന്താണ് വളരെ നീചനായിട്ടുള്ള ആളാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അബൂജഹൽ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു പറഞ്ഞതാണ്, സ്വന്തമായിട്ട് താൻ
എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നുള്ളൊരു ഫീല് അബൂജഹലിനുണ്ട് അല്ലേ. എല്ലാത്തിനും പോന്നിട്ടുള്ള ഒരാൾക്ക് പിന്നെ എന്തിനാണ് ഇപ്പോൾ ഒരാളവിടെ നിസ്കരിച്ച പ്രശ്നം. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് എന്താണ്? ഒരു ഈഗോ ആണ്. എന്നെക്കാളും കൂടുതലായിട്ട് നബി അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾ ഗ്രേറ്റ് ആയിട്ട് കാണും, അവൻ എന്നെക്കാളും വലുതാകും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള രീതിയിലൊക്കെ ചിന്തയാണ് എന്ത് അബൂജഹലിനെ ഇങ്ങനെ എന്താണ് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുത്താനുള്ള കാരണമാക്കിയത്. അതായത് അബൂജഹൽ വിചാരിക്കുകയാണ് ഇപ്പോൾ പുതുതായിട്ടുള്ള ഈ ഒരു ദീന് കൊണ്ടുവന്നിട്ട് എല്ലാവരോടും പറഞ്ഞു അവരൊക്കെ ആ ദീന് ഫോളോ ചെയ്യുമ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ലീഡറായിട്ട് മാറും. അപ്പോൾ ഇപ്പോൾ ഉള്ള അബൂജഹലിൻ്റെ ഈ ഒരു സ്ഥാനം ഇല്ലാണ്ടാകും. അബൂജഹലിൻ്റെ ശരിക്കുള്ള ആദ്യത്തെ പേര് എന്ന് പറഞ്ഞാൽ അബുൽ ഹക്കം എന്നായിരുന്നു. അബുൽ ഹക്കം എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് വിസ്ഡം. പക്ഷെ അതെന്തായി അബൂ ജഹലായി, ഫാദർ ഓഫ് ജഹൽ, അല്ലെങ്കിൽ എന്താണ് പറയുക അറിവില്ലായ്മയുടെ ഫാദർ എന്നായി. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എന്താണ് പറയുക ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലൊക്കെ പറയുക എന്താന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഗായ് എന്ന് പറയും. അതായത് ഇപ്പോൾ അവന് ഭയങ്കര എന്താണ് ചബി അല്ലെങ്കിൽ ഭയങ്കര ഫാറ്റാണെങ്കിൽ ആ ഫാറ്റ് ഗായ് എന്ന് പറയും. അല്ലെങ്കിൽ ഭയങ്കര പഠിക്കുന്ന ആളാണെങ്കിൽ എന്താണ് ന്യൂഡ് ഗായ്, സോറി എന്താ പറയുക ബുക്കിഷ് ഗായ്, അങ്ങനെയൊക്കെ പറയില്ല, പല പല കാര്യങ്ങൾ പറയും. അല്ലെങ്കിൽ ഭയങ്കര സോറി നേർഡ് ഗായ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പലതിലും നമ്മൾ ലാസ്റ്റിൽ ഗായ് ഗായ് എന്ന് ഉപയോഗിക്കും. പണ്ടത്തെ കാലത്ത് അറബ്സ് അതിനുപയോഗിച്ച് അതായത് നമ്മൾ എന്താണ് എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ പോലെ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത് അബു എന്നായിരുന്നു. അതുകൊണ്ടാണ് അബു ഹുറൈറ അല്ലെ, അങ്ങനെ അബു ബക്കർ അങ്ങനെ കുറേ നമ്മൾ കേൾക്കാൻ കാരണം അന്ന് അബു എന്നുള്ള വാക്കായിരുന്നു. അതുകൊണ്ട് ഇവിടെ അബു ജഹൽ അല്ലെങ്കിൽ അബുൽ ഹക്കം എന്നുള്ള പേര് ആദ്യം വന്നപ്പം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അറിവുള്ള ആളായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും അഡ്വൈസ് നേടാനൊക്കെ ഈ അബു ജഹലിൻ്റെ അടുത്ത് പോകുമായിരുന്നു. പക്ഷെ പിന്നീട് ആ നേതൃത്വം തന്നിൽ നിന്നും നല്ല നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ഭയമാണ് യഥാർത്ഥത്തിൽ ഈ അബൂ ജഹലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇങ്ങനെ പ്രയാസം ഉണ്ടാക്കാൻ കാരണമാക്കിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവന് സ്വയം എന്താണ് എല്ലാത്തിനും പോകുന്നവനായിരുന്നില്ല എന്ന് അവൻ്റെ ബിഹേവിയറിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഒരു ഈഗോ ആണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ അബൂജഹലിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ ആരെങ്കിലും നമ്മളെ തടയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിലും ആ ഒരു ഈഗോ ആണ് അത് തടയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് നമ്മളുടെ പ്രശ്നമല്ല. അതായത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും നമ്മളെ തടയാൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പ്രശ്നമല്ല, അത് അവരുടെ ഹൃദയത്തിൻ്റെ പ്രശ്നമാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് നമുക്ക് അവിടെ എന്താണ് സമാധാനിക്കാനും സാധിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ അള്ളാഹു യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മൾ നമ്മളുടെ എനിമി എന്ന് പറയുമ്പോൾ നമ്മളെ വിഷമിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കൂടുതൽ അള്ളാഹുലേക്ക് അടുപ്പിക്കും. കാരണം നമ്മൾ വീണ്ടും 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 അള്ളാഹുലേക്ക് ക്ലോസർ ആകും. സുബ്ഹാനല്ലാഹ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെയ്തത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ജഹൽ പറഞ്ഞതൊന്നും കേൾക്കാണ്ട് വീണ്ടും സുജൂദിലേക്ക് പോയി അല്ലേ. വീണ്ടും വീണ്ടും റബ്ബിലേക്ക് അടുത്തടുത്ത് കൊടുത്തുകൊണ്ടിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്താണ് നമുക്ക് എന്താ പറയുക ഏറ്റവും ഗ്രേറ്റസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, അള്ളാഹുലേക്ക് നമസ്കരിക്കുന്ന ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അള്ളാഹുമായിട്ടുള്ള ഡയറക്റ്റ് കൺവേഴ്സേഷൻ നമ്മൾ ഇരിക്കാം. അപ്പോൾ അതാണ് ഏറ്റവും നല്ല പൊസിഷൻ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അബ്ദ് എന്നുള്ള വാക്ക് എപ്പോഴും ഖുറാനിൽ പലയിടത്തും ഉപയോഗിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടാണ്. അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു എന്തെങ്കിലും ഒരു പ്രത്യേകത കൊടുക്കുന്ന ഒരു എന്താ പറയുക സാഹചര്യമാണ്. ഒന്ന് സുബ്ഹാനല്ലദി എന്താണ് അസ്റാ ബിഅബ്ദിഹി എന്ന് പറഞ്ഞിട്ട്, അതായത് അള്ളാഹു ഇസ്രാ മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോകുന്ന ആ ഒരു കാര്യത്തിൽ അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ്, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കും. അവിടെയൊക്കെയാണ് അബ്ദ് എന്ന് പറഞ്ഞത്. അപ്പം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ അബ്ദ് എന്ന് വിളിക്കാനാണ്. അപ്പം നമ്മളൊക്കെ ആ ഒരു അബ്ദ്, നമ്മൾ അബ്ദെ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് യാ റബ്ബ് എന്ന് പറഞ്ഞ് തിരിച്ച് അങ്ങോട്ട് പോകാനുള്ളൊരു കഴിവ് നമുക്കും ഉണ്ടായിരിക്കണം. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത ആയത്തിലുള്ള പറയാണ് അറഅയ്ത ഇൻ കാന അലൽ ഹുദ, അദ്ദേഹം സന്മാർഗത്തിലാണെങ്കിൽ ആ വിലക്കുന്നവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നീ കണ്ടുവോ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിലക്കുന്ന ആ അബൂ ജഹലിനെ കുറിച്ചിട്ട് അബൂ ജഹലിനോട്
ചോദിക്കണം. അല്ലെങ്കിൽ നമ്മളടുത്ത് ഡയറക്റ്റ്ലി ചോദിക്കണം, ഇൻഡയറക്ട്ലി അത് അബൂജഹലിനോടുള്ളൊരു ചോദ്യമാണ്. അവൻ അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സന്മാർഗത്തിലാണെങ്കിൽ നിന്റെ അവസ്ഥ എന്താണ് എന്ന് നീ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നീ കണ്ടുവോ എന്ന് ചോദിക്കണം. അറഅയ്ത നീ കണ്ടുവോ ഇൻ കാന അവൻ ആയിരുന്നെങ്കിൽ അലൽ ഹുദ, അതായത് നേർമാർഗത്തിൽ. ഇതിനൊക്കെ റൂട്ട് ലെറ്റേഴ്സ് നമുക്ക് അറിയുന്ന റൂട്ട് ലെറ്റേഴ്സ് തന്നെയാണ്, പുതുതായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് സന്മാർഗത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ നീ ഇപ്പോൾ ഈ സ്റ്റോപ്പ് ചെയ്യിക്കുന്ന കാര്യമൊക്കെ യഥാർത്ഥത്തിൽ തെറ്റാണ്, അവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്മാർഗത്തിലാണെങ്കിൽ എന്തായിരിക്കും ഇവൻ്റെ അവസ്ഥ എന്നുള്ളൊരു ചോദ്യം. അതായത് ഒക്കെ പറഞ്ഞ പോലെ ഒരു നമ്മൾക്ക് ഷോക്കുള്ള പോലെയാണ്. അതായത് ഈ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ഫിൽറ്റർ പോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മളോട് തന്നെ ഇങ്ങനെ പല ചോദ്യങ്ങൾ അല്ലാഹു ചോദിക്കണം. അപ്പോൾ നമുക്കും നമ്മളുടെ ലൈഫിൽ നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ളൊരു പോയിന്റിങ് കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ലാഹു 11, 12 ആയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറയാണ്, അറഅയ്ത ഇൻ കാന അലൽ ഹുദ ഔ അമറ ബിത്തഖ്വ, അഥവാ അദ്ദേഹം സൂക്ഷ്മത കൈക്കൊള്ളാൻ കൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം സ്വന്തം സ്വാലിഹായിട്ട് മറ്റുള്ളവരെ ഇസ്ലാഹ് ചെയ്യുന്നവനായി ആണെങ്കിൽ നീ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും, അല്ലെങ്കിൽ അബൂജഹലിന് ലഭിക്കാൻ പോകുന്ന പര്യവസാനം എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യം അത് അവിടെ ഇങ്ങനെ 2-3 പ്രാവശ്യം നമ്മോട് ചോദിക്കുന്ന അറഅയ്ത സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൈഡൻസിലാണെങ്കിലും, അല്ലെങ്കിൽ ഇനി ഇപ്പോൾ നീ സ്റ്റോപ്പ് ചെയ്യുന്ന ഈ വ്യക്തി യഥാർത്ഥത്തിൽ സത്യം ഉള്ള വ്യക്തിയാണെങ്കിലോ എന്നുള്ള ചോദ്യമാണ്. അപ്പം നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മൾ അങ്ങനെയാണ്, നമ്മൾ നമുക്ക് നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഫീല് വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാം. ഇവിടെ അമറ ബിത്തഖ്വ, ഇവിടെ തഖ്വ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത പാലിക്കുന്ന എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തഖ്വ എന്നുള്ള തഖ്വയുള്ള ഒരാൾ ഒരിക്കലും സ്വന്തത്തിനെ മറ്റൊരാളെക്കാളും ബെറ്ററായിട്ട് ചിന്തിക്കുകയില്ല. അത്ര സുബ്ഹാനല്ലാഹ്. അതായത് ആ ഒരു ഇസ്തിഗ്നാൻ്റെ ഓപ്പോസിറ്റാണ് തഖ്വ എന്നുള്ള സ്വഭാവം. ഇസ്തിഗ്ന എന്ന് പറഞ്ഞാൽ എല്ലാത്തിനേക്കാളും സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് ഏറ്റവും മുകളിലിരിക്കുന്ന പോലെ അല്ലേ. പക്ഷേ തഖ്വ എന്ന് പറഞ്ഞാൽ ആരെ മുന്നിലും ഞാൻ ബെറ്ററല്ല, ഞാൻ ഇനി നന്നാവാനുണ്ട്, ഏതൊരാളെ കാണുമ്പോഴും അയാളടുത്തുള്ള ഒരു നല്ല ക്വാളിറ്റി കണ്ടിട്ട് ഓ ഞാൻ അതേപോലെ ആകണമല്ലോ എന്നുള്ള ആ ഒരു ഫീല് വരുന്നതാണ് യഥാർത്ഥത്തിൽ തഖ്വ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഹൃദയത്തിൽ തഖ്വയുള്ള ആളുകളാകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. സത്യത്തിൻ്റെ കാര്യത്തിൽ മാത്രം കേട്ടോ, തിന്മ ചെയ്യുന്നിടത്തല്ല എന്നുകൊണ്ടും റിമൈൻഡ് ആക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തുകളിലൂടെയൊക്കെ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുമ്പത്തെ ആയത്തിലൂടെ സ്വന്തമായിട്ട് ഹിദായത്തിലായിട്ട് പിന്നെന്താ ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരിലേക്ക് ഹിദായത്ത് എത്തിച്ചു കൊടുക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ 5 ആയത്തിലൂടെ പറഞ്ഞത്. എന്നാൽ അബൂജഹൽ എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഓപ്പോസിറ്റിലെ ഞാനൊക്കെ തികഞ്ഞവനാണ്, എനിക്കിതൊന്നും പുതുതായിട്ട് പഠിക്കാനില്ല, എന്താണ് മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നില്ല, സ്വന്തം പഠിക്കുന്നില്ല, മറ്റുള്ളവരെ തടയുകയും കൂടെ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. അത്ര വലിയ കുറ്റങ്ങളാണല്ലേ അബൂജഹൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അബൂജഹലിനെ കുറിച്ചിട്ടുള്ള ആ ഒരു സ്വഭാവം. എന്നിട്ട് അതായത് ഇവിടെ ഈ 2 ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പറഞ്ഞിട്ട് അടുത്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അബൂജഹലിനെ കുറിച്ച് പറയാണ്, അറഅയ്ത ഇൻ കദ്ദബ വതവല്ല, അവൻ അതായത് ആ വിലക്കുന്നവൻ നിഷേധിച്ച് തള്ളുകയും തിരിഞ്ഞു കളയുകയും ചെയ്തിരിക്കുകയാണെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നീ കണ്ടോ? വീണ്ടും അല്ലാഹു ചോദിക്കുകയാണ്. അതായത് ഇവിടെ തക്ദീബ്, അതായത് ഫിസിക്കലി, അതായത് ഹൃദയത്തിൽ നമുക്കറിയാം നമ്മളൊരു കാര്യം ഡിനൈ ചെയ്യുക ഹൃദയത്തിലും ആർക്കും അറിയില്ല നമ്മൾ സത്യവിശ്വാസിയാണോ സത്യനിഷേധിയാണോ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അവിടെ എന്താണ് ഇൻവേർഡായിട്ടും തവല്ല ഔട്ട്വേർഡായിട്ടും, അതായത് തിരിഞ്ഞു കളയും, ഫിസിക്കലി തിരിഞ്ഞു കളയുകയും ചെയ്തു, അതായത് സ്പിരിച്വലി അതിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്തു. അതായത് സത്യം അറിയാൻ ശ്രമിക്കുക ഒന്നും ചെയ്യുന്നില്ല, അതിൽ നിന്ന് അത് കളവാണെന്ന് സ്വയം അത് പറഞ്ഞ് അതിൽ നിന്ന് തിരിഞ്ഞു കളയാണ് അവിടെ അബൂജഹൽ ചെയ്തത് അല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ ഉണ്ട്. അതായത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കറിയില്ല, അപ്പോൾ നമ്മൾക്ക് മുൻധാരണകൾ ഉണ്ടാകും കുറേ.
അപ്പം നമ്മൾ മുന്നേ ധരിച്ചു വെച്ചിട്ടുണ്ടാവും ഇതിങ്ങനെയാണ് നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ പിന്നെ അതിൽ യാതൊരു ചേഞ്ചും ഇല്ല. ഓക്കെ, ഞാനിങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, ഞാനിങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ ഈ സ്റ്റാൻഡിൽ നിന്ന് മാറി നിൽക്കൂല, ഇതാണ് എൻ്റെ സ്റ്റാൻഡ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരാണ് അർഹുസ്തഹനം. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾ എന്താകും, ഓക്കെ ഇനി മതി, നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, ഇനി നോ മോർ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് പിന്തിരിഞ്ഞ് പോകുന്ന ആളുകളുണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ല ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവം. ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് അറിയാത്തൊരു കാര്യം പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ അറിവ് നമുക്ക് പറഞ്ഞു തരാണെങ്കിൽ നമ്മൾ അതിനെ തള്ളി കളയല്ല ചെയ്യേണ്ടത്. നമ്മൾ പറയാം, ഓക്കെ എനിക്കിതിനെ കുറിച്ചിട്ട് അറിയില്ല, എനിക്കത് പഠിക്കേണ്ടതുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാം എന്നാണ് നമ്മളിവിടെ പറയേണ്ടത് എന്നും കൂടെ. അതല്ലാതെ ഡിനൈ ചെയ്ത് അവിടെ നിന്ന് തിരിഞ്ഞു കളഞ്ഞ് പിന്നെ ഒരിക്കലും ആ ഒരു കാര്യത്തിലേക്ക് തിരിച്ചു വരാത്ത അവസ്ഥയിലാകരുത്. ഇവിടെ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് ആ വ്യക്തിയുടെ ആ പ്രവർത്തനത്തെ മാത്രമാണ് നമ്മളവിടെ ഫോക്കസ് ചെയ്യുന്നത്. നമുക്കപ്പോൾ അവിടെ ശരിയാണോ തെറ്റാണോ നമ്മൾ നോക്കേണ്ടത്. നമ്മളൊരിക്കലും ആ വ്യക്തികളെ പാടെ നിഷേധിക്കാൻ പാടില്ല. നമ്മളിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക്, അതായത് ആ വ്യക്തി മിസ്റ്റേക്ക് ചെയ്തിട്ടും നമുക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ അപ്പം തന്നെ എന്താണ്, ഓക്കെ ഇന്നിവിടെ ക്ലോസ് ചെയ്യാണ്, ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നല്ല. അവിടെ നമ്മൾ ആ ഒരു കാര്യം എന്താണ് വിശദീകരിക്കാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷെ നമ്മളൊരിക്കലും ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും എന്താണ് പറയുക അവോയ്ഡ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം കൂടെ സാന്ദർഭികമായിട്ട് പറയാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവായിട്ടുള്ള ആളെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞത് പോസിറ്റീവായിട്ടുള്ള ആളെ കുറിച്ചിട്ടാണ്. അതായത് നമുക്കറിയാം സത്യം എന്താണ്, അപ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ സത്യം പറഞ്ഞു കൊടുക്കും. ആ വ്യക്തിയോട് ആയിരിക്കരുത് നമ്മൾക്ക് ദേഷ്യം, ആ ഒരു പ്രവൃത്തിയോടായിരിക്കണം നമ്മുടെ ദേഷ്യം. അപ്പോൾ എന്താ പറഞ്ഞത്, അറഅയ്ത നീ കണ്ടോ ഇൻകദ്ദബ അവൻ കളവാക്കിയെങ്കിൽ വതവല്ല തിരിഞ്ഞു കളയുകയും ചെയ്തു എങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കുകയാണ്, അലം യഅലം ബിഅന്നല്ലാഹ യറ, അവൻ മനസ്സിലാക്കിയിട്ടില്ലേ അള്ളാഹു കാണുന്നുണ്ടെന്ന്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവനിലേക്ക് തിരിഞ്ഞു. അതായത് ഇതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ, അതായത് അറഅയ്ത ഇൻ കാന അലൽ ഹുദ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറയുക സുജൂദ് ചെയ്ത് നിസ്കരിക്കുന്ന ആ കാര്യം കഴിഞ്ഞിട്ട് അള്ളാഹു പിന്നെ അവൻ എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. അദ്ദേഹം സന്മാർഗത്തിലാണെങ്കിൽ അള്ളാഹു വീണ്ടും ആ സെക്കൻഡ് പേഴ്സണിൽ നിന്ന് തേർഡ് പേഴ്സണിലേക്ക് മാറി അല്ലേ. ഒമർ വിത്തക്വ, അതല്ലെങ്കിൽ അവൻ സൂക്ഷ്മത കൈക്കൊള്ളാൻ കൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ ഒക്കെ അള്ളാഹു അവൻ അദ്ദേഹം എന്നുള്ളതിലേക്ക് ആക്കി. ഇവൻ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അബൂജഹലിൻ്റെ അടുത്ത് ഡയറക്റ്റ് സംസാരിക്കാൻ കൂടെ നീ എന്ന് പറയാൻ കൂടെ റബ്ബിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ റബ്ബ് അവനിൽ നിന്നും എന്താണ് മാറി നിന്നിട്ട് വേറെ ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് അള്ളാഹു നമ്മളോട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുകയാണ്, അലം യഅലം ബിഅന്നല്ലാഹ യറ, അവൻ മനസ്സിലാക്കിയിട്ടില്ലേ അള്ളാഹു കാണുന്നുണ്ടെന്ന്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റബ്ബിൻ്റെ വജ്ഹ് കാണണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ഓർമ്മയില്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്ത് ചിന്തിക്കുമ്പോഴും എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ഏറ്റവും വലിയ തോട്ടാണ് അലം യഅലം ബിഅന്നല്ലാഹ യറ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് വ്യക്തികളുടെ സ്വഭാവങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് അബൂജഹൽ അല്ലേ. അതായത് രണ്ട് എക്സ്ട്രീം. ഇപ്പം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അപ്പം നമ്മൾ അയാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിയിലുള്ള സൽഗുണങ്ങൾ എന്തൊക്കെയാണ്, ആ വ്യക്തിയിലുള്ള ചീത്ത ഗുണങ്ങൾ ചീത്ത സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയിട്ട് നമ്മളവിടെ ഒരു ബാലൻസ് നമ്മൾ സൃഷ്ടിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ ഇപ്പം ഞാൻ ചിന്തിച്ചൊരു എൻ്റെ ഒരു ധാരണയാണ്, പക്ഷേ അള്ളാഹുവിനാണ് എന്നെക്കാളും നന്നായിട്ട് അറിയാം. അള്ളാഹു പറയാനാലും ഞാനും അവൻ മനസ്സിലാക്കിയിട്ടില്ല. അതായത് ഈ അബൂജഹലിനെ അറിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയ്ക്കും നല്ല മനുഷ്യനാണ്, അല്ലെങ്കിൽ റബ്ബിന് ഏറ്റവും അടുത്ത വ്യക്തിയാണ്, അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രയാസപ്പെടുത്തുമ്പം തനിക്ക് ഇതിൻ്റെ അവസാനം അല്ലെങ്കിൽ താന് അനുഭവിക്കും എന്നുള്ളത് ഇവിടെ അബൂജഹൽ ഓർക്കുന്നില്ല. അപ്പോൾ അള്ളാഹു അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അലം യഅലം ബിഅന്നല്ലാഹ യറ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അലം യഅലം, അവൻ അറിഞ്ഞിട്ടില്ല, ബിഅന്ന എന്ന്, അതായത് അവൻ അറിഞ്ഞിട്ടില്ലേ അല്ലാഹു യറ, അള്ളാഹു കാണുന്നു എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ അള്ളാഹു പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ നേഷനും ഓരോ ജനതക്കും ഏത് വ്യക്തിക്കും ഇത് വായിക്കുമ്പോൾ
ഒരു മനസ്സിലൊരു ഷോക്ക് വരുന്ന ഒരായത്താണ് സുബ്ഹാനല്ലാഹ്. ഈ നേരത്തെ പറഞ്ഞ ഇന്ന ഇലാ റബ്ബിക റുജ്അ അറഅയ്ത അല്ലദീ യൻഹാ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും റബ്ബിൻ്റെ ദീനിൽ ഇസ്തിഖാമത്ത് നൽകട്ടെ. ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അൽഹംദുലില്ലാഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പം 6 മുതൽ 14 വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂജഹലും തമ്മിലുള്ള ആ ഒരു സംഭവം പറയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 15-ാമത്തെ ആയത്തിൽ കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ, നിസ്സംശയം അവൻ വിരമിച്ചിട്ടില്ലെങ്കിൽ നാം ആ കുടുമ ഇടിച്ചു വലിക്കുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. കല്ല എന്ന് പറഞ്ഞാൽ അല്ല, അല്ലെങ്കിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലേ, ഒരിക്കലല്ല, അങ്ങനല്ല, നിസ്സംശയം. ലഇൻ യൻതഹി അവൻ വിരമിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവൻ സ്റ്റോപ്പ് ആക്കിയിട്ടില്ലെങ്കിൽ, ലനസ്ഫഅൻ എന്നാണ് അവിടെ പറഞ്ഞത്. അതായത് നാം ഉക്കോടെ പിടിക്കും. ബിന്നാസിയ അതായത് മുൻകുടുമ, മുമ്പിലുള്ള കുടുമ, അതായത് നമ്മളുടെ നെറ്റിയുടെ മുന്നിൽ കുറച്ച് മുടി പിടിച്ചാൽ കിട്ടുന്ന ആ ഒരു ഭാഗം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയുന്നത് നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിഅ. എങ്ങനെയുള്ള ഫോർലോക്കാണ്? കള്ളം പറയുന്ന, പാപം ചെയ്യുന്ന കുടുമയാണ്. സുബ്ഹാനല്ലാഹ്. നാസിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുടുമ, ഫോർലോക്ക്. അപ്പോൾ നാസിയ എന്ന് പറഞ്ഞാൽ ഒരു കുടുമ, കാദിബത്തിൻ കള്ളമുള്ള അല്ലെങ്കിൽ കള്ളം പറയുന്ന, ഖാത്തിഅ കുറ്റക്കാരിയായ. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സയൻറ്റിഫിക് ഫാക്ടറും കൂടി ചെറുതായിട്ട് പറയാം. നമ്മളുടെ ഡിസിഷൻസ് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ തോട്ട്സൊക്കെ വരുന്ന ഭാഗം, അല്ലെങ്കിൽ നമ്മൾ സത്യം അസത്യം ഒക്കെ വരുന്നത് നമ്മളുടെ ഈ ഫ്രണ്ട് ഭാഗമാണ്. അവിടെ നിന്നാണ് നമ്മൾ എന്താണ് പറയുക, യഥാർത്ഥത്തിൽ ആ ഭാഗത്താണ് അത്ര നുണ പറയാനുള്ള ഡിസിഷൻ എടുക്കുന്നത്. സത്യം പറയാനും നുണ പറയാനും കുറച്ച് 2 ഏരിയകളുണ്ട്. ഇതിൽ സത്യം പറയാൻ വേണ്ടി, നുണ പറയാൻ വേണ്ടിയിട്ടുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ ബ്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം, അതാണ് ആ കുടുമയുടെ ഭാഗം. ഈ ഫോട്ടോത്തിൽ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു ഭാഗമാണത് കുടുമയുടെ ഭാഗം, അതായത് നമ്മുടെ മുടിയൊക്കെ ഉള്ള ഭാഗം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹു പറയാണ് ഈ വ്യക്തികൾ, അതായത് ഇവിടെ അള്ളാഹു ഇന്ന വ്യക്തി എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന് അബൂജഹലിന് അവനും കൂടെ പറയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നില്ല. അത്രയ്ക്കും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ലനസ്ഫഅൻ ബിന്നാസിയ, ആ കുടുംബം പിടിച്ച് വലിക്കുക തന്നെ ചെയ്യും. അവൻ്റെ കുടുംബം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നില്ല. അവന് വിരമിച്ചിട്ടില്ലെങ്കിൽ നാം ആ കുടുംബം പിടിച്ച് വലിക്കുക തന്നെ ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ലനസ്ഫഅൻ പുതിയ വാക്കാണ്. അതുപോലെ തന്നെ യൻതഹി എന്നുള്ളതൊക്കെ പുതിയ വാക്കുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൻതഹി എന്നുള്ളത്, അതായത് അറഅയ്ത അല്ലദീ യൻഹ എന്ന് പറയണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ ഉള്ളൊരു വാക്കാണ് കേട്ടോ. സോറി, രണ്ടാണ്. യൻതഹി എന്നുള്ളത് വിരമിച്ചിട്ടില്ലെങ്കിൽ, യൻഹ എന്നുള്ളത് തടയുക. രണ്ടും ഏകദേശം റിലേറ്റഡ് ആണ്. ലനസ്ഫഅൻ എന്നുള്ളതിൻ്റെ അർത്ഥം സഫഅ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്തായാലും മസ്ഫ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിജാബിനെ പറയും. ഹിജാബിൻ്റെ കളറ് എന്താ പറയുക, ഒരു ബ്ലാക്ക് കളറാണല്ലോ യൂഷ്വലി ഉണ്ടാകാം. ഇവിടെ സഫ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര ഹാർഷായിട്ട്, ഭയങ്കര എന്താണ് തൂക്കോട് കൂടി അടിക്കുക, അങ്ങനത്തെ ഒക്കെ അർത്ഥമാണ്. അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യുക, അങ്ങനെ പല അർത്ഥങ്ങളും ഈ സഫാക്ക് ഉണ്ട്. അപ്പോൾ ലനസ്ഫഅൻ അതായത് 2 പ്രാവശ്യം ഊന്നൽ കൊടുക്കുകയാണ്. ലനസ്ഫഅൻ അതായത് തീർച്ചയായിട്ടും നാം ഊക്കോടെ പിടിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ മുഖം അല്ലേ, നാസിയ എന്ന് പറഞ്ഞാൽ മുന്നത്തെ കുടുംബം അല്ലെങ്കിൽ ഫോർലോക്കാണ്. നമുക്ക് നമ്മുടെ ഫേസ് ഏറ്റവും നമ്മളൊക്കെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന അല്ലേ, നമുക്കെല്ലാവരും നമ്മൾ ഏറ്റവും കൂടുതൽ പരിപാലിക്കുന്ന നമ്മളെ മുഖത്തിനായിരിക്കും അല്ലേ. അപ്പം ആ മുഖത്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞത്. അന്ന് എന്താണ് അല്ലാഹു ഇവനിത് വിരമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിടിച്ച് വലിക്കുക തന്നെ ചെയ്യും. ആ കുടുംബയുടെ പ്രത്യേകത എന്താണ്? നുണ പറയുന്ന, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു മുഖം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അതുപോലെ തന്നെ സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, تعرف المجرمون بسيماهم ويؤخذ بالنواسي والأقدام. അതായത് അന്നേ ദിവസം മുജ്രിമുകൾ മനസ്സിലാക്കും അടയാളം കൊണ്ട് എന്താണ് അവരുടെ എന്താണ്
കൈകളും കാലുകളും പിടിച്ചിട്ട് എന്താ പറയുക, എന്താണ് കൊണ്ടുപോകുന്ന പറഞ്ഞത്. അപ്പോൾ അവരുടെ മുജ്രിമുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവരാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തവർ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒന്നെന്താണ് അവരുടെ കുടുംബം പിടിച്ചിട്ടായിരിക്കും, മറ്റേതെന്താണ് അവരുടെ കൈകളും കാലുകളും. ഇപ്പം അനിമൽസിനെ പിടിച്ചിട്ട് എന്താ പറയുക, രണ്ട് കൈയും കാലും പിടിച്ചിട്ട് തൂക്കിയിട്ട് നിൽക്കൂലേ, അതേപോലത്തെ ഒരു പൊസിഷൻ പോലെ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിൽ പറയുന്നുണ്ട്, അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി അലാ സിറാത്തിൻ മുസ്തഖീം എന്ന് പറയുന്നുണ്ടല്ലേ. മുകിബ്ബൻ അലാ വജ്ഹി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മുഖം കുത്തി നടക്കുന്നവനാണോ, അതല്ല എന്താണ് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുന്നവനാണോ ഹിദായത്തിലുള്ളവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഒരു നാസിയ, നാസിയ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഈ ഫോർലോക്ക് എങ്ങനത്തേതാണെന്ന് പറഞ്ഞത്, കാദിബത്തിൻ ഖാത്തിയ, അതായത് വെറും കള്ളം പറയാൻ മാത്രമല്ല പാപം കൂടെ ചെയ്യുന്ന. ഇവിടെ ഖാത്തി എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യലായി. ഇവിടെ അബൂജഹൽക്ക് അറിയാം ചെയ്യുന്നത് തെറ്റാണ്, കാരണം അബൂജഹൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളൊക്കെ സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്യുന്ന ആളുകൾക്കാണ് ഖാത്തി എന്ന് പറയാം. ഇനി അറിയാണ്ട് ഔട്ട് ഓഫ് ഇഗ്നറൻസ് ചെയ്യുമല്ലോ, അറിയാണ്ട് ചെയ്യുന്നതിന് മുഖ്തി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവിടെ അബൂജഹൽ ഈ ലോകത്തും പരലോകത്തും ഇത് അനുഭവിച്ചു. സുബ്ഹാനല്ലാഹ്. അതായത് ബദർ യുദ്ധത്തിൽ എന്താണ് പറയുക, അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താണ് പറയുക, അബൂജഹലിൻ്റെ മേലിൽ കയറിയിട്ട് ആണ് അബൂജഹലിനെ വധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് പോലും അബൂജഹൽ ഫിർഔന് പറഞ്ഞ പോലെ പോലും പറഞ്ഞിട്ടില്ല. ഫിർഔൻ അവസാനം മുങ്ങിത്താവുന്ന സമയത്ത് പറയണ്ടായി, എന്താണ് ബനൂ ഇസ്രായേൽ എന്താണ് വിശ്വസിക്കുന്ന ആ ഒരു എന്താണ് ദൈവത്തിൽ ഞാനും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പറയാണ് എന്താണ്, ഈ ടാനി ലിറ്റിൽ ഷീപ്പ് എന്താ പറയുക, ഈ കുഞ്ഞ് ആട്ടിൻകുട്ടീൻ്റെ മേലിൽ കയറിയിട്ട് എന്നെ കൊല്ലാൻ നിൽക്കണോ എന്നുള്ള രീതിയിൽ അഹങ്കാരഭാവത്തിലായിരുന്നു അബൂജഹൽ എന്ന് പറഞ്ഞത്. പക്ഷെ അബൂജഹലിൻ്റെ തല എന്തൊക്കെ ഇങ്ങനെ കുറച്ച് ഉയർത്തി നിന്നാൽ ആ ഒരു ഇത് പിടിച്ച് ഡ്രാഗ് ചെയ്തിട്ടാണ് ആ ഒരു കുഴിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെയും അബൂജഹലിനെ ഇങ്ങനെ എന്താ പറയുക, ലനസ്ബഹൻ ബിൻ നാസിയ, അതായത് കുടുംബം പിടിച്ച് വലിക്കുന്ന പോലെ. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിയ അല്ലേ. യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും വയുഖദു ബിൻ നവാസി വൽ അഖ്ദാം എന്ന് പറഞ്ഞ പോലെയൊക്കെ. സുബ്ഹാനല്ലാഹ്. ഈ ലോകത്തും അബൂജഹൽ ആ ഒരു ശിക്ഷ അനുഭവിച്ചു, പരലോകത്തും അബൂജഹലിന് ഇതിലേറെ കടുത്ത ശിക്ഷയായിരിക്കും. സുബ്ഹാനല്ലാഹ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഓക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫൽയദ്ഉനാദിയ, എന്നിട്ട് അവൻ അവൻ്റെ സഭയിലുള്ളവരെ വിളിച്ചു കൊണ്ടിട്ട്, അതായത് അവൻ്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട്, അങ്ങനത്തെ ഉള്ള ആളുകളെ വിളിച്ചു കൊണ്ടിട്ടെ. ഫൽയദ്ഉ, അതിനാൽ അവൻ വിളിക്കട്ടെ. നാദിയഹു, അവൻ്റെ സഭയെ. നാദി എന്ന് പറഞ്ഞാൽ ഒരു ഒരു അസോസിയേഷനിലുള്ള മെമ്പേഴ്സ് അങ്ങനെയൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഒരു കൂട്ടാളുകൾ, അതായത് ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ, അതാണ് നാദി. നാദിയഹു എന്ന് പറയുമ്പോൾ അവൻ്റെ മെമ്പേഴ്സിനെ വിളിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അതായത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുത്താനും സത്യവിശ്വാസികളെ പ്രയാസപ്പെടുത്താനും ഒരുപാട് മനുഷ്യന്മാർ പല രീതിയിൽ പല കാര്യങ്ങളും ചെയ്യും. നമ്മൾ ഇസ്രായേലിലെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ എല്ലാ മനുഷ്യന്മാരെയും കൊന്നടക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പട്ടിണിക്കിടുന്നുണ്ട്, അവരിലേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ള എല്ലാ സ്രോതസ്സുകളും സ്റ്റോപ്പ് ചെയ്ത്, അങ്ങനെ പല രീതിയിലും മനുഷ്യരെ എന്താണ് പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ചീത്ത കൂട്ടം ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതായത് അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ തടയാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവന് വിളിച്ചോളട്ടെ. അള്ളാഹു പറയാണ് സനദഉ സബാനിയ, നാം സബാനിയെ വിളിച്ചുകൊള്ളാം, അതായത് ശിക്ഷ നടപ്പാക്കുന്ന മലക്കുകളെ വിളിച്ചുകൊള്ളാം. സുബ്ഹാനല്ലാഹ്. അവിടെ സബാനിയ എന്നുള്ള വാക്ക് ജബനിയ അല്ലെങ്കിൽ ജാബിൻ എന്നതിൻ്റെ ജമാണ്. ഹർബു സബൂൻ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, യുദ്ധത്തിൽ എന്താണ് പറയുക, നമ്മൾ യുദ്ധത്തിൽ എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കേണ്ട അവസ്ഥ വരില്ലേ. അതായത് ഇവിടെ ജബാനിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒന്നിനെ കുറേ ദൂരത്തേക്ക് പുഷ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം അല്ലേ, അതിൽ കുറേ മുതലുകളൊക്കെ ദൂരേക്ക് പോകും, കുറേ നാശനഷ്ടങ്ങൾ വരും. അതേപോലെ തന്നെ നാക്കത്ത് ജബു എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എന്താണ് പറയുക, അതിന് ഈ അത് വേറെ ആർക്കും പാല് കൊടുക്കാൻ സമ്മതിക്കാത്ത എന്നുള്ള അർത്ഥം വരുന്ന ഒരു നാക്കത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ജബാനിയ എന്ന് പറഞ്ഞാൽ
ഈ അള്ളാഹുവിൻ്റെ നരകത്തിലെ കാവൽക്കാരാണ്. ആ കാവൽക്കാരെന്താണ് അതിലേക്ക് എന്താ പറയുക വരുന്ന ആളുകളൊക്കെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും. അതുപോലെ തന്നെ അതിലേക്ക് അവരെ പുഷ് ചെയ്യും. എന്നിട്ട് മറ്റുള്ള ആളുകളിൽ നിന്ന് ദൂരേക്കാക്കും. സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല അവർ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യും. അതായത് എന്താണ് പറയുക, ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ ഡിഫെൻഡ് ചെയ്തിട്ട് അതിലേക്ക് തന്നെ അകത്തിടും. പിന്നെ മാത്രമല്ല അവരെ കഠിനമായിട്ട് ശിക്ഷിക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ ലോകത്തുള്ള ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള നാദിയ ആ ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് മാക്സിമം പോയാൽ ഒരാളെ കൊല്ലാനേ പറ്റുള്ളൂ അല്ലേ. പക്ഷെ നരകത്തിൽ എന്ന് പറഞ്ഞാൽ മരണമില്ല. അവരെ എങ്ങനെയൊക്കെയാണ് ശിക്ഷിക്കുക എന്നുള്ള ആഹാരത്തില്ല. അത് കഠോരങ്ങളായിട്ടുള്ള വിലാവും ശീതാവും നമ്മൾ കേട്ടിട്ടില്ലേ. അതായത് ലായസൂന ലായസൂന റഹം അവിടെ കറക്റ്റാണല്ലോ കേട്ടോ അല്ലേ. അള്ളാഹുവിനെ അവർ ഒരിക്കലും ധിക്കരിക്കില്ല. അള്ളാഹു പറഞ്ഞത് എന്താണ് ഇവരെ ശിക്ഷിക്കാന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഒരിക്കലും ധിക്കരിക്കില്ല. ഇവർ ഭയങ്കര കഠിനമായിട്ടുള്ള ശക്തന്മാരായിട്ടുള്ളവരാണ്. നമുക്ക് ഇമാജിൻ കൂടെ ചെയ്യാൻ പറ്റില്ല. ഒരു മലക്കിൻ്റെ വലിപ്പം തന്നെ. സുബ്ഹാനല്ലാഹ്. ആ മലക്കുകളാണെന്ത് ഈ നരകത്തിലുള്ള ആളുകളെ ശിക്ഷിക്കാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതാണ് സനദു ജബാനിയ. ജബാനിയ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിൻ്റെ ശിക്ഷ നടപ്പാക്കുന്ന മലക്കുകളാണ്. അവർ ഭയങ്കര ശക്തന്മാരാണ്. ഭയങ്കര എന്താണ് പറയുക, അള്ളാഹുവിൻ്റെ ആ ഒരു കമാൻഡ് അങ്ങനെ അനുസരിക്കുന്നവരാണ്. അവർക്ക് യാതൊരു കരുണയും ഉണ്ടാവില്ല അല്ലേ. സുബ്ഹാനല്ലാഹ്. ഇവിടെയുള്ള ആളുകൾക്ക് ഇത്തിരിയെങ്കിലും കരുണയുണ്ട്. പക്ഷെ അവിടെ എത്തിയാൽ ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് യാതൊരു കരുണയും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. നിസ്സംശയം നീ അവനെ അനുസരിച്ചു പോകരുത്. നീ പ്രണമിക്കുകയും സാമീപ്യം നേടുകയും ചെയ്യുക. കല്ലാ വേണ്ട, നിസ്സംശയം ലാ തുതിഉഹു നീ അവനെ അനുസരിക്കരുത്. വസ്ജുദ് നീ സുജൂദ് ചെയ്യുക. വഖ്തരിബ് നീ സാമീപ്യം നേടുകയും ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ അവസാനത്തെ ആയത്താണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നീ ഒരിക്കലും അവനെ അനുസരിച്ച് പോകരുത്. അവൻ നിന്നോട് ചെയ്യരുത്, അള്ളാഹുവിനെ അനുസരിക്കരുത്, ഇബാദത്ത് ചെയ്യരുത്, നിസ്കരിക്കരുത് എന്നൊന്നും പറഞ്ഞാലും നീ അനുസരിക്കേണ്ട കാര്യമില്ല. നീ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം എന്നുള്ള റബ്ബിൻ്റെ ഒരു എന്താ പറയുക ആശ്വാസവാക്ക് എന്ന് പറയാം അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരിക്കലും അള്ളാഹുവിനെ നിഷേധിച്ച ആളുകൾക്ക് ഒരിക്കലും നിന്നെ ഓവർ പവർ ചെയ്യാൻ സാധിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നീ അവനെ അനുസരിച്ച് പോകരുത്. നമ്മൾ ഓരോരുത്തരോടും നല്ല വിശ്വാസികളാണെങ്കിൽ അള്ളാഹു നമ്മളോട് പറയണം, നീ അവനെ സമീപിച്ച് പോകരുത്, നീ അവനെ അനുസരിച്ച് പോകരുത്. ഇനിയിപ്പോൾ നേരെ തിരിച്ച് ഒരു അവിശ്വാസിയാണ് വായിക്കുന്നെങ്കിലോ, അപ്പോൾ അവരുടെ മനസ്സിൽ വരും എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നുള്ളൊരു ചോദ്യം വരും. ഇപ്പോൾ ഒരു ഉദാഹരണമാണെന്ന് പറയുന്നെങ്കിൽ, രണ്ട് ബ്രദേഴ്സ് തല്ലൂടുക. അപ്പോൾ തല്ലുകൂടിയിട്ട് ഒരാൾക്ക് നല്ല വേദനയായി, മറ്റാൾ എന്താണ് വികൃതി കാണിച്ചു. അപ്പോൾ നമ്മൾ ഈ വികൃതി കാണിച്ച ആൾ ഭയങ്കരമായിട്ട് ചീത്ത അറിയുക, ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. ഈ വേദനിച്ച ആളൊരു മൂലയ്ക്ക് എന്നിട്ട് വേദനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ എന്താണ് പറയുക, ഈ വേദനിച്ച ആളെടുത്ത് പോയിട്ട് സാരില്ല കേട്ടോ, നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ, അവൻ്റെ അടുത്തിന് കുറച്ച് മിനിറ്റ് പറഞ്ഞ് ഇയാളടുത്ത് വന്നിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വേദനിപ്പിച്ച ആൾ വിചാരിക്കും, ഞാൻ ചെയ്ത് ശരിയായില്ലല്ലോ, ഇങ്ങനെ ആകാൻ പാടില്ലായിരുന്നു ഞാൻ എന്നുള്ളൊരു ഫീല് ഇവിടെ മനസ്സിൽ വരും അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് സൈക്കോളജിക്കലി യൂസ് ചെയ്യുന്നത് അല്ലേ. അതായത് നീ അവനനുസരിച്ച് പോകരുത് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ എന്ന് തെറ്റ് ചെയ്ത ആളുടെ മനസ്സിൽ ഒരു ഫീൽ കൊണ്ടുവരും ചെയ്യും. എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആശ്വാസം നന്മ ചെയ്യുന്ന അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കും വരും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കരുതുക. അല്ലാഹു സുബ്ഹാനല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും നന്നായിട്ട് ഇത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്നിട്ട് എന്താ അള്ളാഹു പറഞ്ഞത്, അതിനനുസരിക്കേണ്ട അള്ളാഹു 3 കാര്യങ്ങൾ പറഞ്ഞു. അതിനനുസരിക്കേണ്ട, അതിന് പകരം നീ എന്ത് ചെയ്യും, റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുക. അതായത് കൂടുതൽ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടുതൽ നിസ്കാരം എന്ന് മാത്രമല്ല, റബ്ബിലേക്ക് അടുക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു ആഹ്വാനം കൂടെയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റവും എന്താണ് പറയുക ക്വാളിറ്റിയുള്ള അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഇവിടെ ഓരോ ഫിസിക്കലായിട്ടുള്ളൊരു എന്താണ് ക്ലോസ്നെസ് മാത്രമല്ല, വഖ്തരിബ് എന്ന് പറയുമ്പോൾ സാമീപ്യം നേടുക എന്ന് പറയുമ്പം നമുക്ക് പിന്നെ റബ്ബ് മതി, എന്തിനും റബ്ബ് മതി, റബ്ബിൻ്റെ അടുത്ത് എല്ലാത്തിനും റബ്ബിനോട് ചോദിക്കാം, അങ്ങനത്തെ ഒരു ഫീൽ വരുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല
എന്താണ് പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താണ്, നീ അവനനുസരിച്ച് പോകണ്ട, അവൻ എന്തായാലും കുടുംബം പിടിച്ച് നരകത്തിലേക്ക് പോകുന്നവനാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്താണോ അവിടെ അബൂജഹൽ പറഞ്ഞത് അതിൻ്റെ ഓപ്പോസിറ്റാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചെയ്യുന്നത്. അതായത് അബൂജഹൽ പറയാണ്, നീ നിസ്കരിക്കരുത്, നിസ്കരിക്കുന്നവനെ കണ്ടാൽ എന്നോട് പറയണം എന്നൊക്കെ പറയണം. പക്ഷെ അള്ളാഹു പറയാണ്, നീ അതൊന്നും നോക്കണ്ട, നീ ഫസ്റ്റ് വഖത്തരി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ നിസ്കാരത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ടല്ലേ, നിസ്കരിച്ചാൽ ഓട്ടോമാറ്റിക്കലി റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കും എന്നും റബ്ബ് ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു സുജൂദ് തിലാവയുടെ ഒരായത്ത് കൂടെയാണ്. അപ്പം ഏറ്റവും ഹൈലി റെക്കമെൻഡഡ് ആണ് സുജൂദ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഏതെങ്കിലും സാഹചര്യം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിലേ ചെയ്യാൻ നിർബന്ധമില്ല, ഒന്നും ആവശ്യമില്ല ഈ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഖുർആൻ നോക്കാണ്ട് നമ്മൾ കാണാനൊക്കെ ഓതാണെന്നുണ്ടെങ്കിൽ ഒന്നുവിൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ ഇതാണ് സൂറത്തുൽ അലഖ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സുബ്ഹാനല്ലാഹ് വളരെ വലിയ എന്താ പറയുക കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വിക്ക്ലി എന്തൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 19 ആയത്തിലൂടെ പറഞ്ഞത് നമുക്ക് നോക്കാം. ഒന്നും കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആയത്തിലൂടെ നമ്മളടുത്ത് ഇഖ്റ, നീ വായിക്കുവിൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ അല്ലേ. നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും ഒന്നുകിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്തും നമ്മൾ മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം, അള്ളാഹുവിൻ്റെ നാമത്തിലായിരിക്കണം എന്നൊക്കെ പറയുമ്പം അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്നോട് മനസ്സിലാക്കി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളടുത്ത് പറഞ്ഞു, അള്ളാഹു സൃഷ്ടി ഖലഖൽ ഇൻസാന മിൻ അലഖ് അല്ലേ. നീ വായിക്കുക, സോറി, മനുഷ്യനെ അള്ളാഹു എന്തിൽ നിന്ന് സൃഷ്ടിച്ചു, അവനെ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളടുത്ത് അള്ളാഹു ആദ്യം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ ലക്ഷ്യം എന്താണ്, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇഖ്റ എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു വീണ്ടും ഓർമ്മപ്പെടുത്തി, നമ്മൾ ഏറ്റവും വീക്കാണ്, അള്ളാഹു അൽ അക്രമാണ്. ആ അക്രമായിട്ടുള്ള ഏറ്റവും വലിയ ഔദാര്യവനായിട്ടുള്ള റബ്ബിൻ്റെ കാരുണ്യം കൊണ്ടാണ് സുബ്ഹാനല്ലാഹ് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു പോകുന്നത്. ആ ഒരു അക്രമായിട്ടുള്ള റബ്ബ് നമുക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം നൽകിയെന്താണ്, അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലേ. പേന കൊണ്ട് പഠിപ്പിച്ചവനാണ് അവൻ. അത് മാത്രമല്ല അല്ലമൽ ഇൻസാന മാ ലം യഅലം, നമുക്കറിയാത്ത ഒരുപാട് കാര്യം അല്ലേ, ഒരു മനുഷ്യനറിയാത്ത എല്ലാ കാര്യങ്ങളും റബ്ബാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പക്ഷേ മനുഷ്യൻ്റെ സ്വഭാവം എന്താണ്, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അല്ലേ, അവന് ധിക്കാരിയായി തീരുന്നു, അവൻ അതിര് കവിയുന്നവനാകുന്നു. എന്താണ് അവൻ അതിര് കവിയാൻ കാരണമാക്കുന്നത്, അവൻ സ്വയം പര്യാപ്തനാണെന്ന് സ്വന്തം വിചാരിച്ചിട്ട്, ഒരിക്കലും റബ്ബിലേക്ക് മടങ്ങില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ റബ്ബ് നമ്മൾ ഓർമ്മപ്പെടുത്താണ്, ഇന്ന ഇലാ റബ്ബിക റുജ്അ, തീർച്ചയായും നിന്റെ രക്ഷിതാവിലേക്കാണ് മടക്കം. നീ ലോകത്ത് പ്രയാസപ്പെട്ടതിനും നിന്റെ എല്ലാ വിഷമത്തിനും നിനക്ക് റബ്ബിലേക്ക് മടങ്ങിയാൽ നാളെ ജന്നാത്തുൽ ഫിർദൗസ് കിട്ടും എന്ന സത്യവിശ്വാസിയോടും, നീ ഈ ലോകത്ത് ആരെ പ്രയാസപ്പെടുത്തിയോ, ആർക്ക് എന്ത് മുറിവുണ്ടാക്കിയോ, അതിനൊക്കെ നീ അവിടെ റബ്ബിൻ്റെ അടുത്തേക്ക് മടങ്ങിയാൽ അതിനുള്ള ഭവിഷ്യത്ത് നിനക്ക് ലഭിക്കും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അള്ളാഹുവിൻ്റെ ആ ഒരു റഹ്മ കിട്ടും എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി മടങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. എന്നിട്ട് അള്ളാഹു പറയാണ്, അറഅയ്തല്ലദീ യൻഹാ, വിലക്കുന്നവനെ. അബൂജഹലിനെ കുറിച്ച് പറയാം, നീ കണ്ടുവോ, ആരെയാണ് വിളിക്കുന്നത്, അബ്ദൻ, ഒരടിമയെ ഇദാ സ്വല്ലാ, നമസ്കരിച്ച അല്ലേ. നമസ്കാരമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തടഞ്ഞാലും അള്ളാഹു അവിടൊന്നും അത് പറയാതെ ഇവിടെ നിസ്കാരത്തിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലും പിന്നീട് അവസാനത്തെ ആയത്തിലും പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇപ്പം നീ വിഷമിപ്പിക്കുന്ന ആൾ അത് യഥാർത്ഥ മാർഗത്തിലാണെങ്കിലോ അദ്ദേഹം സന്മാർഗത്തിലാണെങ്കിൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ എന്ന് നീ കണ്ടുവോ എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഈ വ്യക്തി അമറ ബിത്തഖ്വ അല്ലേ, അഥവാ അദ്ദേഹം സൂക്ഷ്മത കൈക്കൊള്ളാൻ കൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ, അതായത് തഖ്വ പാലിക്കുന്ന ആളും മറ്റുള്ളവരിലേക്ക് തഖ്വ എത്തിക്കുന്ന, മറ്റുള്ളവരെ നന്മയിലേക്ക് മുസ്ലിഹാക്കുന്ന, ഇസ്ലാഹ് ചെയ്യിപ്പിക്കുന്ന ഒരാളും കൂടെ ആണെങ്കിലോ എന്നുള്ള ചോദ്യം അല്ലാഹു നമ്മളുടെ മനസ്സിൽ ആ ഒരു തഖ്വയുടെ അർത്ഥം ഒന്ന് ഊന്നലോടുകൂടി നിലനിർത്തട്ടെ അല്ലേ. അതായത് മറ്റുള്ളവരിൽ കാണുന്ന നന്മകൾ തനിക്കും ഉണ്ടാകണം, താന് കുറേ നന്നാവണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് തഖ്വയുള്ളവൻ. എന്നിട്ട് അല്ലാഹു വീണ്ടും അബൂജഹലിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ സ്വഭാവ ആളുകളെ കുറിച്ച് പറയാനും, അവൻ നിഷേധിച്ച് തള്ളുകയും തിരിഞ്ഞു കളയുകയും ചെയ്യിരിക്കുകയാണെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നീ കണ്ടുവോ. സുബ്ഹാനല്ലാഹ്. നമ്മളൊരിക്കലും ഒരാളിൽ നിന്നും നമ്മൾ നിഷേധിച്ച് തിരിഞ്ഞ് കളയരുത്. നമ്മളവിടെ അവരുടെ ആ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനും വീണ്ടും അവരിലേക്ക് എത്തിയിട്ട് അത്
നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മളടുത്ത് തെറ്റ് പറ്റി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരടുത്ത് അവിടെ ക്ഷമ ചോദിക്കേണ്ടതും ഉണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നമ്മളടുത്ത് ഓർമ്മപ്പെടുത്താണ്, അലം യഅലം ബിഅന്ന അല്ലാഹ യറ, അവൻ മനസ്സിലാക്കിയിട്ടില്ലേ അള്ളാഹു കാണുന്നുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് വീണ്ടും അള്ളാഹു അതിനുശേഷം ശിക്ഷ എങ്ങനെയായിരിക്കും എന്ന് പറയണം അല്ലേ. കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ, നിസ്സംശയം അവനത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുടുംബ പിടിച്ച് വലിക്കുക തന്നെ ചെയ്യും. എങ്ങനത്തെ കുടുംബയാണ്? നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിഅ, കള്ളം പറയുന്ന പാപം ചെയ്യുന്ന കുടുംബം. എന്നിട്ട് അള്ളാഹു പറയാണ്, ഓക്കെ അങ്ങനെയാണ് ഇപ്പോൾ പരലോകത്തെത്തിയാലും അവനവൻ്റെ സഭയിലുള്ള ആളുകളൊക്കെ വിളിച്ചോട്ടെ, അവനവൻ്റെ മെമ്പേഴ്സിനൊക്കെ ഒന്ന് വിളിക്കട്ടെ, നമുക്ക് നോക്കാം എന്താണ് ആരാണ് വിജയിക്കുക എന്നുള്ളത് എന്നുള്ള രീതിയിൽ. സനദഉ സബാനിയ, നാം സബാനിയെ അല്ലെങ്കിൽ മലക്കുകളെയും വിളിച്ചു കൊള്ളാം. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. നരകത്തിൻ്റെ കാവൽക്കാരായിട്ടുള്ള സബാനിയുടെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുമാറാകട്ടെ. കടോരം എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ മലക്കുകളാണ് നരകത്തിലെ കാവൽക്കാർ. ആ കാവൽക്കാർ ശിക്ഷിക്കുക എങ്ങനെയാണെന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യുക, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ മിനന്നാർ, ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നിട്ട് അവസാനമായിട്ട് അല്ലാഹു 3 കമാൻഡ് പറയണം. ഒരിക്കലും കല്ലാ ലാ തുതിഅ വസ്ജുദ് വഖ്തരിബ്, നിസ്സംശയം നീ അവനെ അനുസരിച്ച് പോകരുത്, നീ പ്രണമിക്കുകയും റബ്ബിൻ്റെ അടുത്തേക്ക് കൂടുതൽ സാമീപ്യം നേടുകയും ചെയ്യുക. നിസ്കാരത്തിൻ്റെ ഇമ്പോർട്ടൻസും കൂടുതൽ ഈമാൻ വർദ്ധിപ്പിക്കേണ്ട ഇമ്പോർട്ടൻസും നമ്മൾ റബ്ബിൽ നിന്ന് നമ്മൾ പിന്തിരിക്കുന്ന ആളുകൾ ഒരിക്കലും അനുസരിക്കരുത്. അങ്ങനത്തെ ആളുകളായിട്ട് നമ്മൾ കൂട്ടുകൂടുന്നതും നമ്മൾ ഒരിക്കലും നല്ലതല്ല അല്ലേ. റബ്ബിനെ ഓർക്കാത്ത അല്ലെങ്കിൽ ദീനിനെ കളവാക്കുന്ന അല്ലെങ്കിൽ ദീനിനെ കളയാക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാൻ കൂടെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും ഏറ്റവും നന്നായിട്ട് റബ്ബിൻ്റെ ദീൻ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോളജിൻ്റെ ഇമ്പോർട്ടൻസിൽ അള്ളാഹുവിൻ്റെ പവറിനെ കുറിച്ച് പറഞ്ഞു. അള്ളാഹു അവന് ഇഷ്ടമുള്ള ആളുകൾ അള്ളാഹു എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി. അബൂ ജഹലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ വലിയൊരു തീ കുണ്ടാരം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയില്ലേ. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും നമുക്ക് അറിവ് മതിയായി എന്നുള്ള ഫീൽ ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരിക്കലും സെൽഫ് സഫിഷ്യൻ്റ് ആയി എന്ന് നമ്മൾ വിചാരിക്കാൻ പാടേയില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട് എന്നുള്ള ചിന്തയോട് കൂടി തന്നെയായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ത്വലബുൽ ഇൽമു ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, അതായത് അറിവ് നേടുക എന്നുള്ളത് എല്ലാ മുസ്ലിമിനും വേണ്ട ഫർദാണ്. നമ്മൾ മരിക്കോളം നമുക്ക് അറിവ് നേടേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പഠിച്ചു കഴിഞ്ഞ് ഇനിയും ഫുൾ ഖുർആൻ ട്രാൻസ്ലേഷൻ പഠിച്ചു കഴിഞ്ഞാലും ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ നമ്മൾ വീണ്ടും 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 പഠിക്കണം. പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് അതിനെല്ലാം തൗഫീഖ് നൽകട്ടെ, ആമീൻ. അതുപോലെ തന്നെ അള്ളാഹു നമ്മളെപ്പോഴും ഡിപ്പെൻഡൻ്റാണ്. നമുക്കൊരിക്കലും റബ്ബിൻ്റെ ആ ഒരു ഡിപ്പെൻഡൻസിയിൽ നിന്ന് നമുക്ക് വിട്ടുപോകാൻ പറ്റില്ല അല്ലേ. സുബ്ഹാനല്ലാഹ്, റബ്ബിൻ്റെ ആ ഒരു വലയത്തിൽ നിന്ന് നമുക്ക് പുറത്തു പോകാൻ ഒരിക്കലും സാധ്യമല്ല, ഒരു കാലത്ത് നമുക്ക് സാധിക്കില്ല അല്ലേ. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് നമ്മളെന്തിനാ വെറുതെ റിബല്യസ് ആയിട്ട് നടക്കുന്നത്? നമുക്ക് റബ്ബിനനുസരിച്ച് മുന്നോട്ട് പോയാൽ പോരെ. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന റബ്ബ് അല്ലേ. നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് അത് മാത്രം കറക്റ്റ് ചെയ്തു തരുന്ന റബ്ബ്. സുബ്ഹാനല്ലാഹ്, പിന്നെ നമ്മൾ എന്തിനാണ് റബ്ബിനോട് അനുസരണക്കേട് കാണിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും അള്ളാഹുവിനെ ഏറ്റവും നന്നായിട്ട് അനുസരിക്കുന്ന ആബിദുകളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ, ആമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة نعيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم ثبتنا عند الموت بلا إله إلا الله. ربنا زدنا علما، ربنا زدنا علما، ربنا زدنا علما. يا مقلب القلوب ثبت قلبي على دينك، اهدنا الصراط المستقيم. آخر دعوانا الحمد لله رب العالمين. جزاكم الله خير، بارك الله فيكم. السلام عليكم ورحمة الله وبركاته.